നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് നേടിയെടുത്ത് കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അത് ഫെയിലായി പോകുക എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈം, ഇതിനെ മാനിച്ചുകൊണ്ട് മാത്രം ഫെയിലായി കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് സങ്കൺ കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത്. എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ അത്രയും എഫേർട്ട് ഇതിന് വേണ്ടി എടുത്തു. ഇനിയിപ്പോൾ ഇത് തോൽക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിവട്ട് ചെയ്യാതെ, അതായത് ഈ സ്റ്റാർട്ടപ്പിനെ കില്ല് ചെയ്യാതെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു പ്രോസസ്സിനാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് നമ്മൾ കില്ല് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിനെ കൊല്ലേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒറിജിനലി ഈ ഒരു പെയിന് അനുഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നിർത്തിപ്പോകുന്ന ടൈമായി എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ നാളെ ഇപ്പം തന്നെ ഡിജിറ്റലാണ്, പക്ഷേ നാളെ ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ കൊണ്ടുപോയി അടുത്ത ന്യൂസ് പേപ്പറിൻ്റെ ഒരു സംഭവം തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ലാതും. അതുപോലെ തന്നെ പല രീതിയിൽ നമ്മൾ ഒന്നുമല്ല അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ സെഗ്മെൻറ്റുള്ള ആൾക്കാർക്ക് ആ ഒരു കസ്റ്റമേഴ്സിന് പെയിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പിവട്ട് ചെയ്യുക. അതായത് ബിസിനസ്സൊക്കെ നിർത്തിപ്പോയി പണി നോക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം ഇല്ല, പക്ഷേ നമ്മൾ ആദ്യം വിചാരിച്ചുണ്ടെന്ന്, പക്ഷേ നമ്മൾ ഇറക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ എന്താ പിവട്ട് ചെയ്യുക, ഒരു ചെറിയൊരു വേരിയേഷൻ കാര്യങ്ങളൊക്കെ വരുത്തി പിവട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കാം.